നന്ദു വാടാ, കഴിക്കണ്ടേ? കഴിക്ക്. നന്ദു കഴിക്ക്. ഇനി ഇത്തിരി കൂടി ചായ കുടിക്ക്. അഞ്ചു കൊച്ചിന് നോക്കാൻ ഇപ്പൊ തന്നെ ആള് വരും. എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. പോട്ടെ. ആ മോളിപ്പോ വന്നതോളാ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൊറേ വൈകി മോളെ. ഇന്ന് കൊറേ ജോലികളുണ്ടായി. അതൊക്കെ തീർത്തു വന്നപ്പോഴൊക്കെ നേരം വൈകി. എന്നെ നോക്കി അവര് കഷ്ടപ്പെടും. മോനെ നന്ദക്കുട്ട റെഡി ആയിരിക്കാണല്ലോ. പാടൂട്ടാ. മോൻ പോകാൻ നിക്കണേണ? ഞാൻ വൈകി വരുവോളെ. ആ ശരി മോനെ. അങ്ങനെ ഇത് മതി. ഇവന്മാരിക്കട്ടെ, ഞാൻ ഒരു പണി കൊടുക്കൊണ്ട്. ഓക്കെ, ശരിയാക്കി തരാം. എൻ്റെ ദൈവമേ, പടമായ ജീവനുണ്ടെന്നല്ല തോന്നണ. ഇത് തന്നെ ഐഡിയ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചിക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ദുരന്ത സംഭവത്തിലേക്കാണ്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ റോട്ടിൽ വീണ് കിടന്നിട്ട് ഒരു മനുഷ്യനില്ല ഒരു സഹായത്തിന്. നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ആണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ സഹിക്കോ? ഇതാ കണ്ടോ ആ പാവം പെൺകുട്ടിയെ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഈ കുട്ടിയെ സഹായിക്കാനില്ല. ഒരു 10-20 മിനിറ്റ് മുമ്പ് നമ്മൾ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതിപ്പോ എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വരുമോ നോക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരുത്തം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ നിർവാഹം എന്ന് പറയട്ടെ ആരുമില്ല. ഓടിച്ചല്ലടാ, ഇവരെന്താണ് കാണിക്കണത്? ഓ എടുക്ക്. ചത്തട്ടില്ല, എടുത്തോ. നീ എടുക്ക്, ഞാൻ വീഡിയോ പിടിക്കാം. ആഹാ, അത് ശരി. ഇത്ര നേരം ഈ പെൺകുട്ടിക്ക് കൂട്ടി ഞാനേ ഉണ്ടായുള്ളു. ആന്ന് എന്നോട് നീ പോകാൻ പറയണ. 24 മണിക്കൂറിനുള്ളിൽ നിന്നെ സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടുള്ള പട്ടി. എന്റെ അമ്മോ, ഇവന് പ്രാന്താണട്ടാ. ഞാനിപ്പോ വരാട്ടാ. പേരെന്താണ്? സുഹറ. പൈസ ഞാൻ പറഞ്ഞോളാം. ചേച്ചി, എന്താ മോനെ ഇവിടെ? ഒരാളെ കാണാൻ വേണ്ടി വന്നാ. ശരി എന്നാ. എന്താണ് സുഖോയ? എന്താണ്? ഡോക്ടർ പോരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ വന്നില്ലേ? ഇല്ലേട്ടാ. റൗണ്ട്സിന് പോയേക്കണേന്ന് തോന്നണ്. പറഞ്ഞു വിടാട്ടാ. ശരി. ഡോക്ടറെ, ഞാനത് കഴിച്ചു, കുറവില്ല. ഞാനൊരു സിറപ്പ് എഴുതിയിട്ടുണ്ട്, 2 ദിവസം കഴിക്കും, കുറവായിക്കോളൂ കേട്ടോ. എങ്ങനെയുണ്ട് സുഹറ? വേദനയുണ്ടോ ഇപ്പോ? കുറച്ച്. വേദനക്കുള്ള ഗുളിക എഴുതാം. വീട്ടിൽ 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ.
പാനിക്ക് ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചിക്കാരൻ. ഞാൻ ഇന്ന് നിങ്ങളെ വേറിട്ട ഒരു കാഴ്ചയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആഹാ. കൊള്ളാം, അത് തന്നെ. മല പോലെ കൂട്ടിയിട്ടാക്കണ. ശരിയാക്കി തരാം, ഞാൻ തരാം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ ഇവിടെ കുറെ കാശുള്ളവന്മാരെ പറമ്പ് മേടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ടേ ഇവന്മാരൊക്കെ ടൗണിൽ പോയി താമസിക്കുകയും ഇവിടെയാണെങ്കിൽ പാമ്പും പഴുതാരം കൊണ്ടേ ഈ പരിസരവാസികൾ താമസിക്കാൻ പറ്റല്ല. അങ്ങനെയുള്ളവന്മാരുടെ ഒരു പണി കൊടുക്കാന്ന് വേണ്ടി ഇറങ്ങിയാണ് ചേട്ടാ ഞാൻ. ഒടുക്കത്തെ പണിയല്ലേ. ഹലോ, നാളെ ഞായറാഴ്ച അല്ലേ? താൻ ഫ്രീ അല്ലേ? ഞാനും മോനും കൂടി തന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എടി പെണ്ണെ, ഇത് നിറച്ചിന്റെ ഇടയാണല്ലോ, തല നിറച്ച് പേനുണ്ട്. വാ മോനെ, കേറിയിരിക്ക്. മോനിരിക്കട്ടാ, അമ്മ ഇപ്പൊ വരാം. മോനെ, ചായക്ക് മധുരം കുറവാണേ, കഴിക്കരുതേ. ആ സമയത്ത് മോൻ വന്നില്ലായിരുന്നെങ്കിൽ അടച്ചോനെ, എന്റെ മോളുടെ കാര്യം ഓർക്കാൻ കൂടി വയ്യ. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ മോന് മനസ്സിലായില്ലേ? സൂപ്പറാ. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോ കഴിയുന്നത്. സൂപ്പറേ അല്ലാതെ എനിക്കൊരു മോനും കൂടി ഉണ്ട്. എന്ത് പറയാനാ, ഒരു പണിക്കും പോകാതെ കഞ്ചാവും വലിച്ച് മറ്റുള്ളവരോട് തല്ലും വഴക്കും കേസുമായി നടക്കുന്ന ഒരുത്തൻ. എൻ്റെ കണ്ണടയും മുമ്പ് സുഹറയ്ക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമാണ് പ്രാർത്ഥന. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. നന്ദു, സൂറ, തന്നോട് വരാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഞാൻ പറയുന്ന അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. നമ്മളെന്ന് നല്ല സുഹൃത്തുക്കളായിരിക്കും. എൻ്റെയും എൻ്റെ മാൻ്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് സമ്മതമാണ്. എന്നെപ്പോലുള്ള പെൺകുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. ഭാവിയിൽ ഞാൻ ഒരു ബാധ്യതയായുള്ള ഈ തീരുമാനം തന്നോടുള്ള സാധാപം കൊണ്ടല്ല, ഞാൻ 100 വട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നനയാൻ പാടില്ല. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും ഒരുപാട് കാലം.
എടി സൂറ, എടി ഇങ്ങോട്ട് കാണിക്കുന്നു തുടങ്ങി. മോനെ നീ എന്തായി കാണിക്കുന്നത്? അവളെ ഉപയോഗിക്കില്ലേടാ. റബ്ബേ. നിങ്ങൾ അറിഞ്ഞതവളെ ഈ തന്തില്ലാത്ത ഒരുത്തന്റെ ഒപ്പം പൊറുക്കാൻ പോയേക്കാണ്. അതും ജാതി പോലും പറയാൻ ആർക്കും ഒരുത്തന്റെ കൂടെ എന്നെ നാണം കടത്താനായിട്ട്. തള്ള എനിക്ക് കുറച്ച് കാശ് വേണം. പടച്ചോനാണ്, ഉമ്മേന്റെ കൈ കാശില്ല മോനെ. നോണ പറഞ്ഞ കൊന്നുകളയും തള്ളേ. നിനക്ക് ശമ്പളം കിട്ടിയില്ലേ? കിട്ടി. ചതിക്കല്ലേ മോനെ. മാറും. എന്താണ് ടച്ചിങ് ഒന്നുമില്ലേ? വേണൊക്കെ കുടിച്ചിട്ട് പോടാപ്പാ. ഇന്നലെ മുതലുള്ള കുടിയൻ ഒരു പട്ടിണിയാണ്. എത്രാമത്തെ കുപ്പിയാണെന്നറിയത്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. വഴി എങ്ങനെയെങ്കിലും അടിച്ച് തീർത്താതെയല്ല. ഇവിടെയൊക്കെ നിറച്ച് കെട്ടാണല്ലേ. നീയൊക്കെ എന്താണ് ഈ പറയണത്? ഇത് കടല് കരവച്ച ഭൂമിയാണ്. പിന്നീടാണ് ചെമ്മിക്കെട്ടായിട്ട് മാറിയത്. നിനക്കൊക്കെ എന്തറിയാം? ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഒഴുകി. അറിയാ, ഞാനൊരു പാട്ട് വെച്ച് തരാം. എന്താ ബ്രോ, സീനാണാ? എന്റെ പുന്നാര പെങ്ങളല്ലേ ഒരു ചെറ്റായിട്ട് പ്രയാണത്തില്ല. അവളവനായിട്ട് പൊറുക്കാൻ പോണു. കുത്തിപ്പൊളിക്കും വരെ പാടിക്കാം. പിടിച്ചോ ആവശ്യം. ആ സൂറാന്റെ എണ്ണല്ലേ? കേറി ഇരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നവനല്ലേ ഞാൻ. ഇന്നോ സൂറന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞോളൂ. സൂര്യൻ ഞാൻ ഒരു വിജയിക്കൂടാ. എനിക്ക് പോടാ.
ആ മെമ്പറേ, ഞാനിപ്പോൾ മാലിപ്പുറം ഹോസ്പിറ്റലുണ്ട്. ഡോക്ടറോട് സംസാരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകാൻ പോണു. തൊലച്ചില്ലടാ നീ. എടാ എല്ലാം തൊലച്ചില്ലടാ നീ. എന്റെ ജീവിതം എന്നെയും കൂടെ നിനക്ക് കൊല്ലായിരുന്നില്ലേ?